ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും നമ്മുടെ വീക്ക്ലി ഭാഗവതം ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് ശ്രീമദ് ഭാഗവതത്തിലെ ഒന്നാമത്തെ കാൻഡോ 5-ാമത്തെ അധ്യായം നാരദ മഹർഷി വ്യാസദേവന് നൽകുന്ന ഉപദേശങ്ങൾ എന്നുള്ള പാർട്ടിലാണ് നമ്മൾ കഴിഞ്ഞ തവണ കൺക്ലൂഡ് ചെയ്തത് എവിടെയാണ്, അതായത് നമ്മൾ നിർത്തിയത് എവിടെയാണ് എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. അവിടെ നാരദ മഹർഷി സ്വന്തം ഉദാഹരണം കൊണ്ട് ഭക്തിയുടെ പ്രാധാന്യത്തെ പറ്റി വ്യാസദേവന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പൊ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഞാൻ കഴിഞ്ഞ മില്ലേനിയം, അതായത് കഴിഞ്ഞ എന്റെ ജന്മത്തില് ഞാനൊരു ദാസിപുത്രനായിട്ട് ജനിച്ചു. ഭക്തി വേദാന്തികൾ 4 മാസം, അതായത് ചാതുർമാസ്യത്തിന്റെ സമയത്ത് അവര് എന്ത് ചെയ്യുന്നു? ഒരിടത്ത് താമസിച്ച് ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് എന്റെ അമ്മ അവിടെ എന്ത് ചെയ്യാൻ, അവർക്ക് സേവനം ചെയ്യാൻ വേണ്ടി നിൽക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ കുട്ടിയായ ഞാനും അമ്മയോടൊപ്പം ചേർന്ന് അവർക്ക് സേവനം ചെയ്തു. പിന്നെ നാരദ മഹർഷി പറയുന്നു, ഞാന് അവരുടെ കാരുണ്യം കൊണ്ട് എനിക്ക് വളരെയധികം ഗുണമുണ്ടായി. എന്താണ് നാരദ മഹർഷിയിൽ അവര് കാരുണ്യം ചൊരിയാൻ കാരണം? ഞാന് കുട്ടിയായിരുന്നെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് ബാലചപലതകളായിട്ടുള്ള കളികളിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാന് കുസൃതിക്കാരനായിരുന്നില്ല, മാത്രമല്ല അധികം സംസാരിക്കുന്നവനും ആയിരുന്നില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാകാം ആ മഹർഷിമാർ എനിക്ക് എന്ത് ചെയ്തു? ഭഗവാനെ കുറിച്ച് പറഞ്ഞു തന്നു. മാത്രമല്ല അവരുടെ ഉച്ഛിഷ്ടം ഭക്ഷിക്കാനുള്ള അനുമതിയോടുകൂടി ഉച്ഛിഷ്ടം ഭക്ഷിക്കാനുള്ള ഒരു അവസരവും എനിക്ക് കിട്ടി. അങ്ങനെ എന്ത് സംഭവിച്ചു? എനിക്ക് ഞാൻ ഹൃദയത്തിൽ ഉള്ള മാലിന്യമെല്ലാം മാറി നിർമ്മല ഹൃദയനാകാൻ സാധിച്ചു. ഇതിന്റെ കാരണം എന്താണ്? ഉച്ഛിഷ്ടം, അവരുടെ ഉച്ഛിഷ്ടം, അതായത് പരിശുദ്ധ ഭക്തന്മാരുടെ മഹാപ്രസാദം ഭക്ഷിച്ചതുകൊണ്ട്. അങ്ങനെ ഭഗവാന്റെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണം എന്ന ആഗ്രഹമുണ്ടായി. ഭഗവാനെ കുറിച്ച് അവർ പറയുന്നതെല്ലാം ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു. അപ്പോ അങ്ങനെ കേൾക്കവേ എനിക്ക് ഭഗവാന്റെ നാമത്തിൽ രുചി ഉണ്ടായി വന്നു. ഇത് ഭക്തിയുടെ ഓരോ സ്റ്റെപ്പാണ്. ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി. ഈ സ്റ്റേജ് വരെയാണ് ഇപ്പൊ നാരദ മഹർഷി പറയുന്നത്. അങ്ങനെ എനിക്ക് ഭഗവാന്റെ ആ ജ്ഞാനത്തിൽ വന്നിട്ട് രുചി ഉണ്ടായി വന്നപ്പോ എനിക്ക് അചഞ്ചലമായിട്ടുള്ള വിശ്വാസമുണ്ടായി ഭഗവാനില്. അതായത് എനിക്ക് അപ്പോ മനസ്സിലായി, ഞാൻ താൽക്കാലികമായ ഈ ശരീരത്തെ ഞാനാണ്, അതായത് എന്റെ ശരീരം ഞാനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം എനിക്ക് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഞാനും ഭഗവാനും ഗുണത്തിൽ ഒന്ന് തന്നെയാണ്. രണ്ടുപേരും ആത്മാക്കളാണ്. ഒരാള് പരമാത്മാവും ഒരാള് ജീവാത്മാവുമാണ് എന്ന് മനസ്സിലാക്കി. ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോ നാരദ മഹർഷി എന്ത് മനസ്സിലാക്കി? നീ ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി. ഇനി നാരദ മഹർഷിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോ വീണ്ടും നമ്മളുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഭഗവാനെയും ഗുരുവിനെയും പ്രണമിച്ചുകൊണ്ട് ചെറിയൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ കുഞ്ച വിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച വിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന, യശോദാനന്ദന വ്രജ ജനരഞ്ജന, ജമുനാ തീരവനചാരി, ജമുനാ തീരവനചാരി.
जय राधा माधव कुंज बिहारी गोपी जन वल्लभ गिरिवरधारी जय राधा माधव कुंज बिहारी गोपी जन वल्लभ गिरिवरधारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय जय गौरनिताय गौरनिताय जय गौरनिताय जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नमो ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निधि नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് 28ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. നമ്മൾ ആ ചാപ്റ്ററിന്റെ അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ ഏകദേശം ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. നാരദ മഹർഷി തന്റെ ജീവിതകഥ ജീവചരിത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 28ാമത്തെ ശ്ലോകം സെയിം നമ്മൾ വസന്ത തിലകത്തിൽ തന്നെയാണ് പാടുന്നത്. ഇത്തം ശരത് പ്രാവൃഷികഋതു ഹരേർ വിശൃണ്വതോ മേനുസവം യശോമലം സങ്കീർത്യമാനം മുനിഭിർമഹാത്മഭിർ ഭക്തി പ്രവൃത്താത്മരജസ്തമോപഹ इत्थं शरत् प्रावृषिकाऋतु हरेर् विशृण्वतो मेऽनुसवं यशोमलम् सङ्कीर्त्यमानं मुनिभिर्महात्मभिर् भक्ति प्रवृत्तात्मरजस्तमोपः इत्थं शरत् प्रावृषिकौ ऋतु हरेर् विशृण्वतो मेऽनुसवं यशोमलम् सङ्कीर्त्यमानं मुनिभिर्महात्मभिर् भक्ति പ്രവൃത്താത്മരജസ്തമോപഹ. എന്തു സംഭവിച്ചു? ഇത്തം ഇപ്രകാരം. എന്ത് ഋതുവായിരുന്നു അവിടെ? ശരത്കാലം, വർഷകാലം, ഇങ്ങനെ 2 ഋതുക്കളും ആണ് അവിടെ ആ മഹർഷിമാര് താമസിച്ചത്. എന്ത് ചെയ്തു ആ സമയത്ത്? നാരദ മഹർഷി പറയുകയാണ്, വിശൃണ്വത്തോ, ഞാൻ എന്ത് ചെയ്തു? തുടർച്ചയായി ശ്രവിച്ചു. വിശൃണ്വത്തോ മേ എന്ന് പറഞ്ഞാൽ ഞാൻ തുടർച്ചയായി ശ്രവിച്ചു. പിന്നെ 2ാമത്തെ തവണയും അതേപോലെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അനുസവം, നിരന്തരം എന്ന് പ്രഭുപാദയുടെ എഴുതിയിരിക്കുന്നു അതിനർത്ഥമായിട്ട്. അതായത് 2 തരത്തില്, അതായത് വിശൃണ്വത എന്ന് പറഞ്ഞാൽ വിശേഷേണ ശൃണ്വത എന്ന് വേണമെങ്കിൽ പറയാം. വി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വിശേഷണമാണ്. ശൃണ്വത എന്ന് പറഞ്ഞാൽ ശ്രവിക്കുക. വിശൃണ്വത എന്ന് പറഞ്ഞാൽ പ്രത്യേകം, അല്ലെങ്കിൽ അറ്റന്റീവ് ആയിട്ട്, അല്ലെങ്കിൽ തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ അതീവ ശ്രദ്ധയോടുകൂടി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതും അനുസവം, നിരന്തരം. എനിക്ക് ബോറടിച്ചു, ഇനി ഞാൻ 2 ദിവസം ക്ലാസ് കേൾക്കുന്നില്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ വരാം, എന്നും ഇതേ തന്നെ അല്ലേ പറയാനുള്ളൂ എന്നൊന്നും ആര് ചിന്തിച്ചില്ല? നാരദ മഹർഷി ചിന്തിച്ചില്ല. അതായത് ആ കുട്ടി ചിന്തിച്ചില്ല. അതും 5 വയസ്സുള്ള കുട്ടിയാണ്, അവൻ ചിന്തിച്ചില്ല.
അവൻ കേട്ട് കേട്ട് എന്താണ് രുചിയാണ് അല്ലെ, എന്താണ് നമുക്ക് ഈ കേട്ട് കഴിയുമ്പോൾ ബോറടിക്കണേ എന്തുകൊണ്ടാണ്? നമുക്ക് രുചിയില്ലാത്തത് കൊണ്ടാണ്. നമ്മളെ നിർബന്ധിച്ചു കൊണ്ടെന്നാണ് ക്ലാസ്സിൽ ഇരുത്തുന്നത് അല്ലെ. എല്ലാ ദിവസവും ഭാഗവതം ക്ലാസ്സും ഉണ്ട് രാവിലെ. പക്ഷെ നമ്മൾക്ക് കേൾക്കാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് സ്പിരിച്വൽ മാസ്റ്റേഴ്സ് വൈകുന്നേരം എടുക്കുന്ന ഭാഗവതം ക്ലാസ്സുകളും ഉണ്ട്. ഇതൊന്നും നമ്മൾ കേൾക്കാറില്ല. കാരണം എന്താണ്? നമുക്ക് അതിനകത്ത് ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ആരെങ്കിലും നിർബന്ധിച്ച് 2 ദിവസം വഴക്ക് പറഞ്ഞാൽ എന്ത് നീ കയറാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കയറും ക്ലാസ്സിന്. പക്ഷേ ഇത് അങ്ങനെയല്ല. ആ കുട്ടി 5 വയസ്സുള്ള കുട്ടിയാണെങ്കിലും അവൻ എന്ത് സംഭവിച്ചു? ഭഗവാന്റെ ഭക്തന്മാരുടെ ഉച്ഛിഷ്ടം ഭക്ഷിച്ച് ഭഗവാന്റെ കാര്യങ്ങളിൽ അവന് എന്തുണ്ടായി? രുചിയുണ്ടായി. അപ്പൊ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? കുട്ടി ചെയ്യുന്നത് വിശൃണ്വത അനുസവം, നിരന്തരം തുടർച്ചയായിട്ട് ശ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താണ് ശ്രവിക്കുന്നത്? യശോ അമലം. എന്താണ് അതിന്റെ അർത്ഥം? യശഹ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം? മാഹാത്മ്യം. അമലം എന്ന് പറഞ്ഞാൽ മലം ഇല്ലാത്തത്, അതായത് ശുദ്ധമായത്, അല്ലെങ്കിൽ ഒരു തെറ്റുപോലും ഇല്ലാത്തത്. അത് ആരുടെയാണ് ഈ യശ അമലം എന്ന് പറയുന്നത്? ഭഗവാന്റെ. യശ അമലം. അപ്പൊ എന്ത് സംഭവിച്ചു? ഇത്തം, ഈ പ്രകാരം, ശരത് പ്രാവൃഷികവും 2 കാര്യങ്ങൾ പറയുന്നു, 2 ഋതുക്കള്. വിശൃണ്വത്തോ, ഞാൻ കേട്ടു, അനുസവം, നിരന്തരം കേട്ടു. ആരുടേത്? ഹരേർ യശോ അമലം, ഹരിയുടെ യശസ്, അമലമായ ഹരിയുടെ യശസ്സിനെ കുറിച്ച് കേട്ടു. ആര് പറഞ്ഞു? സങ്കീർത്യമാനം. സങ്കീർത്തിയ എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം ചെയ്യുക. ആരാണ് സങ്കീർത്തനം ചെയ്യുന്നത്? മുനിമാർ അല്ലെ. എങ്ങനത്തെ മുനിമാർ? സങ്കീർത്യമാനം മുനിഭീർ. ആരാണ് അവിടെയുള്ള മുനിമാർ? അവരെങ്ങനെയാണ്? മഹാത്മഭീർ, മഹാത്മാക്കളായ മുനിഭീർ അല്ലെ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ആ മഹാത്മാക്കളായിട്ടുള്ള? എന്തുകൊണ്ടാണ് മഹാത്മാക്കൾ? കാരണം അവര് ഭഗവാന്റെ ഭക്തന്മാരായിരുന്നത് കൊണ്ടും അവർക്ക് ബാക്കിയുള്ള, അതായത് നാരദ മഹർഷിയെ പോലെയുള്ള ആ കുട്ടിയോട് എന്തുണ്ടായിരുന്നു? കരുണ ഉണ്ടായിരുന്നത് കൊണ്ട് അവര് സമ്മതിച്ചു, അല്ലെങ്കിൽ അവര് ഈ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നാരദ മഹർഷിക്ക് അവരെന്ത് ചെയ്യുന്നു? അത് കേൾക്കാനുള്ള അനുവാദം കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാ മഹാത്മാക്കളാണ്. എന്താണ് മഹാത്മാക്കളെ കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നത്? മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിതഃ. ദൈവി പ്രകൃതി, അതായത് ഇന്റേണൽ എനർജിയിലാണ് ഈ മഹാത്മാക്കൾ നിലനിൽക്കുന്നത്. ഭഗവാന്റെ അന്തരംഗ ശക്തിയെ കുറിച്ച് ഉള്ള വർണ്ണനയില് പറയുകയാണ്, മഹാത്മാക്കളാണ് ആ അന്തരംഗ ശക്തിയില് ഈ നിൽക്കുന്നത്. എന്താണ് അന്തരംഗ ശക്തി എന്ന് പറഞ്ഞാൽ? ഭഗവാന്റെ ആത്മീയ ലോകത്തിലുള്ള ശക്തി. മായയല്ല അവരെ കൺട്രോൾ ചെയ്യുന്നത്, ഭഗവാന്റെ യോഗമായയാണ്. യോഗമായ ആത്മീയ ശക്തിയാണ്. മഹാമായ ഭൗതിക ശക്തിയാണ്. ഭൗതിക ശക്തി എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ എനർജി. ഓക്കെ. അപ്പോ ഈ മഹാമുനിമാർ എന്തുകൊണ്ടാണ് മഹാത്മാക്കൾ എന്ന് പറയുന്നത്? അവർ നിരന്തരം ഭഗവാനെ കുറിച്ച് ഓർക്കുകയും ജപിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവർ ഭഗവാന്റെ മായയിലല്ല. ഏത് മായയിലല്ല? മഹാമായയിലല്ല, പക്ഷെ യോഗമായയിലാണ്. അതായത് ഭഗവാന്റെ അന്തരംഗ ശക്തിയിലാണ് നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്തു? ഭക്തി പ്രവൃത്ത ആത്മരജസ്തമോപഹ. അങ്ങനെയുള്ള ഭക്തിയെ ഞാൻ എന്ത് ചെയ്തു? പ്രവർത്തിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഭക്തി പ്രവൃത്ത. ഭക്തി എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രവൃത്ത എന്ന് പറഞ്ഞാൽ പ്രവഹിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഭക്തിയുത സേവനം. അങ്ങനെ എന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യുകയുണ്ടായി? ഭക്തി എന്താണ്? സമുദ്രത്തിലേക്ക് നദി എന്നതുപോലെ ഭഗവാനിലേക്ക് എന്റെ ഭക്തി വന്നിട്ട് പ്രവഹിക്കാൻ ആരംഭിച്ചു. അപ്പോ അങ്ങനെ എന്ത് സംഭവിച്ചു? എനിക്ക് രജോ ഗുണവും തമോ ഗുണവും അപ്രത്യക്ഷമായി. എന്റെ രജോ ഗുണം തമോ ഗുണം ഇവ രണ്ടും അപ്രത്യക്ഷമായി എന്ന് പറയുന്നു. നോക്കാം നമുക്ക് എന്താണ് വിവർത്തനമെന്ന്. വർഷകാലം, ശരത്കാലം എന്നീ 2 ഋതുക്കളുടെയും കാലത്ത് ആ മഹാത്മാക്കൾ ഭഗവാൻ ഹരിയുടെ പരിശുദ്ധ മഹാത്മ്യങ്ങളെ നിരന്തരമായി നിർവിഘ്നമായി ഉരുവിടുന്നത് ശ്രവിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. എന്റെ ഭക്തിയുത സേവനം അനർഗളമായി പ്രവഹിക്കാൻ ആരംഭിച്ചപ്പോൾ രജ തമ ഗുണങ്ങളുടെ ആവരണങ്ങൾ അപ്രത്യക്ഷമായി. നമ്മള് ഫസ്റ്റ് ആദ്യത്തെ ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സിൽ ഒരിക്കൽ വന്നിട്ട് നമ്മൾ പലതരത്തിലുള്ള സ്റ്റേജസ് പറഞ്ഞു. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാരദ മഹർഷി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ലേ. അതിനു മുന്നേ വന്നിട്ട് നമ്മള് നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ, ഈ എന്താണ് താഴെ നിന്നുള്ള മേലേക്കുള്ള 9 സ്റ്റെപ്പുകളെ കുറിച്ച് പറഞ്ഞപ്പോ ഭക്തിയുടെ
ഉയർന്ന തലങ്ങളിലേക്ക് പോകാനുള്ള 9 സ്റ്റെപ്പുകളെ കുറിച്ച്. എന്താണ്? ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പിന്നെ പ്രേമ, ഏറ്റവും 9th സ്റ്റെപ്പ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു ശ്ലോകം കേട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. എന്നാലും തഥാ രജസ്തമോ ഭാവ കാമലോഭാദയശ്ചയേ ചേത ഏതൈർ അനാവൃത്തം സ്ഥിതം സത്വേ പ്രസീദതി. ഇങ്ങനെയാണ് പറയുന്നത്. എന്താണ്? തഥാ രജസ്തമോ ഭാവ കാമലോഭാദയശ്ചയേ. രജ തമോ ഗുണങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന കാമം, ലോഭം തുടങ്ങിയ ആദിയായ കാമലോഭ ആദയശ്ചയേ ചേത ഏതൈ അനാവൃത്തം. ചേതസ്സിൽ നിന്നും അതെല്ലാം മാറും. എന്നിട്ട് സ്ഥിതം സത്വേ പ്രസീദതി. എങ്ങനെ? ഭക്തി കൊണ്ട് ഭക്തൻ എന്ത് ചെയ്യും? സത്വഗുണത്തിൽ സ്ഥിതനാകുന്നു. ഈ ഒരു സ്റ്റേജിനെ കുറിച്ചാണ് നാരദ മഹർഷി ഇവിടെ എനിക്കത് സംഭവിച്ചു എന്ന് പറയുന്നത്. അല്ലെ? എന്താണ് നാരദ മഹർഷി പറയുന്നത്? ഭക്തിയുത സേവനം അങ്ങനെ അനർഗളമായി പ്രവഹിക്കാൻ ആരംഭിച്ചപ്പോൾ രജസ് തമോ ഗുണങ്ങളുടെ ആവരണങ്ങൾ അപ്രത്യക്ഷമായി. അനർത്ഥ നിവൃത്തി. അല്ലെ? എന്താണ്? അനർത്ഥങ്ങളെ കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആ ഒരു ഭക്തൻ എന്ത് സംഭവിക്കും? അതെല്ലാം മാറുമ്പോഴാണ് അനർത്ഥ നിവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ നാരദ മഹർഷി പറയുകയാണ്, ഇങ്ങനെയാണ് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിന്റെ പ്രത്യേകത. നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് അതിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വളർത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ചെയ്തു തുടങ്ങിയ നാച്ചുറലി നമ്മൾ അതിനോട് അട്രാക്റ്റഡ് ആണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ആ കൊച്ച് എന്താണ്, അതിന് 1 വയസ്സൊക്കെ ആകുമ്പോൾ അത് പിടിച്ച് എഴുന്നേൽക്കും. പിന്നെ പതിയെ പിച്ച വെച്ചു തുടങ്ങും. കുറച്ചു നാൾ കഴിയുമ്പോൾ അത് നടക്കും. ഇത് സാധാരണ ആ കുട്ടിയുടെ ഡെവലപ്മെന്റ്, അതായത് അതിന്റെ വളർച്ചയുടെ വിവിധ കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നടക്കാനുള്ള കഴിവ് ആ കുട്ടിയിൽ നാച്ചുറലി ഉണ്ട്. അതിന് 2 കാലുകളിൽ നടക്കാനുള്ള കഴിവ് നാച്ചുറലി ഉണ്ട്. അതേപോലെ എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ ഭക്തന്മാർ തന്നെയാണ്. ആരും അഭക്തന്മാരേ അല്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഭക്തന്മാരല്ലാത്തത്? നമ്മള് ആ കുട്ടിക്ക് നടക്കാൻ വേണ്ടിയിട്ട് അതിന് 1 വയസ്സ് 1.5 വയസ്സൊക്കെ പ്രായമാകുമ്പോഴേ അതിന്റെ ഇത് ഡെവലപ്പ് ചെയ്ത് വരത്തുള്ളൂ. അത് പറയുന്നത് പോലെ നമ്മൾ ഈ മൊത്തത്തില് കഴിഞ്ഞ കുറച്ചെന്നല്ല കുറെ ഏറെ ജന്മങ്ങളായിട്ട് ഭഗവാനെയും മറന്ന് ഭക്തിയെയും മറന്നിരിക്കുന്നത് കൊണ്ട് നമുക്കറിയില്ല നമുക്ക് ഭക്തി ചെയ്യാൻ പറ്റുമില്ലേ എന്ന്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചാൽ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ രാമായണത്തില് ഭഗവാൻ വന്നിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഭഗവാനും അദ്ദേഹത്തിന്റെ ഭക്തന്മാരും ആർക്ക് കൊടുത്തു? നമ്മളുടെ ഹനുമാൻ നൽകിയിരുന്നു. പക്ഷേ കുസൃതി കാരണം ഏതോ ഒരു മഹർഷി ശപിച്ചിട്ട്, തൃണബിന്ദു എന്ന് പറയുന്ന മഹർഷി ശപിച്ചിട്ട് എന്ത് സംഭവിച്ചു? ഹനുമാൻ അതെല്ലാം മറന്നുപോയി. പിന്നെ ആര് വേണ്ടി വന്നു? ജാമ്പവാൻ വേണ്ടി വന്നു അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഞാൻ ഒരു ഭക്തനായിരുന്നു എന്നല്ല, ഭക്തനാണ്, പക്ഷെ അത് മറന്നിരിക്കുകയാണ്. ആരാണ് നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്നത്? മറ്റ് ഡിവോട്ടീസ്, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്ന് നമുക്ക് ഒരു പുസ്തകം തരുമ്പോഴോ നമ്മൾ ജപിക്കാൻ തുടങ്ങുമ്പോഴോ ഒക്കെയാണ് നമ്മൾക്ക് ഭക്തി ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത് തന്നെ. അപ്പോൾ ഈ ഭക്തിയുത സേവനം പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവണതയാണ്. നോക്കൂ, ഭാവാർത്ഥത്തിൽ എഴുതിയിരിക്കുന്നു, ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുക്ത സേവനം സർവ്വജീവാത്മാക്കളുടെയും സ്വാഭാവിക പ്രവണതയാണ്. അത് അവിശ്വാസിയായാലും വിശ്വാസിയായാലും ആരായാലും ഏത് ജീവാത്മാവായാലും അയാള് ഭഗവാന്റെ ഭക്തൻ തന്നെയാണ്. പക്ഷെ സുപ്തമായിരിക്കുന്നു, ഉറങ്ങിക്കിടക്കുന്നു. എന്തുകൊണ്ട്? നമ്മൾ ഭൗതിക ലോകത്തിൽ വരുമ്പോ ഈ ഭൗതികമായിട്ടുള്ളതെല്ലാം ഞാനാണ് എന്ന് വിചാരിക്കുന്നു. അത് സ്മരണാതീത കാലം മുതൽക്കേ അങ്ങനെയാണ്. അതായത് നമ്മൾക്ക് അറിയുകയേ ഇല്ല എത്ര വർഷങ്ങളായിട്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് അറിയുക പോലുമില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ ശരീരമാണ് എന്ന്. പക്ഷെ എപ്പോഴാണോ ശുദ്ധ ഭക്തന്മാരുടെ സേവനത്തിൽ ആ ഭക്തൻ ഏർപ്പെടുന്നത്, അപ്പോഴാണ് അയാൾക്ക് അത് മനസ്സിലാകുന്നത്. ജാമ്പവാനെ പോലെ ഒരാൾ നമ്മളെ ഓർമ്മിപ്പിക്കണം, നീ ഈ ഭൗതിക ലോകത്തിൽ കിടന്ന് നശിക്കാനുള്ള ആളല്ല. എന്താണ്? ഞാൻ വന്നിട്ട് ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലാണ്, ആത്മാവാണ് ഞാൻ, ശരീരമല്ല.
ഇങ്ങനെ വന്നിട്ട് ഈ ജന്മ മൃത്യു ജര വ്യാധി ദുഃഖ ദോഷാനുദർശനത്തിൽ കിടന്ന് എന്ത് ചെയ്യേണ്ട ആളല്ല, കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ആളല്ല. രാജാവിന്റെ മകന് ആയിട്ടുള്ളത് രാജാവിന്റെ മകനെ പോലെ ജീവിക്കേണ്ടതാണ്. ആരാണ് നമ്മളുടെ രാജാവ്? നമ്മൾ ആരാണ് മക്കള്? ആരാണ് നമ്മളുടെ രാജാവായ അച്ഛൻ? വന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അച്ഛനാണ് നമ്മളുടെ. അഹം ബീജപ്രദപിത എന്ന് ഭഗവാൻ പറയുന്നു അല്ലെ. ആ അച്ഛന്റെ മക്കള് എന്തിനാണ് ഈ ഭൗതിക ലോകത്തിൽ വന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്? തിരികെ ഭഗവാന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്നേക്കുമായി ആനന്ദത്തോടു കൂടി വസിക്കാം. പക്ഷെ അത് നമുക്ക് ഓർമ്മയില്ല. ആരാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഓർമ്മിപ്പിക്കാൻ വരുന്ന ആൾക്കാരെ വലിയ താല്പര്യം ഉണ്ടാവുകയില്ല. കാരണം ഇതാണ് ആനന്ദം എന്നും പറഞ്ഞ് നമ്മൾ ഇല്യൂഷൻ, അതാണ് മായ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ആനന്ദമല്ല. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇതാണ് ആനന്ദം എന്ന് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ആ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ വരുന്നവരെ വന്നിട്ട് നമുക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവുകയില്ല. എന്താവശ്യമാണ്? ഇയാൾക്ക് തന്നെ അവിടെ എങ്ങാനും ഇരുന്ന് ജപിച്ചാൽ പോരെ, അല്ലെങ്കിൽ പുസ്തകം വായിച്ചാൽ പോരെ. എന്റെ അടുത്ത് എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഞാൻ ഈ സമാധാനമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുകയല്ലേ. എനിക്കാണെങ്കിൽ ആത്മീയതയോട് ഒരു താല്പര്യവും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് നിർബന്ധിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും പലപ്പോഴും. പിന്നെ ശരി, എങ്ങനെയെങ്കിലും പറഞ്ഞതല്ലേ, എന്തായാലും അമ്പലത്തിൽ പോയേക്കാം, അല്ലെങ്കിൽ എന്തായാലും ഒന്ന് വായിച്ചേക്കാം എന്ന് പറഞ്ഞ് 1-2 ലൈൻ എടുത്ത് വായിക്കുമ്പോഴാണ് നമ്മൾക്ക് ഹനുമാനെ പോലെ മനസ്സിലാകുന്നത്, അയ്യോ എനിക്ക് ഇത്രയധികം ശക്തികൾ ഉണ്ടായിരുന്നു. ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയല്ലേ ഞാൻ ഈ ശക്തികളൊക്കെ ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾക്ക് ശുദ്ധഭക്തന്മാരെ പോലെ ജാമ്പവാനെ പോലെ ഒരു ശുദ്ധഭക്തന്മാർ വന്നിട്ട് നമ്മളാകുന്ന ഹനുമാന്റെ ഭക്തിയുത സേവനത്തെ ഉണർത്തുന്നു. പിന്നെ നോക്കൂ, അത്തരത്തിലുള്ള ഭക്തിയുത സേവനത്തെ തടുത്തു നിർത്താൻ സാധ്യമല്ല. പിന്നെ ഹനുമാനെ തടുത്തു നിർത്താൻ ഒരു മനുഷ്യനും സുരസ, സിംഹിക, പിന്നെ ആരാണ് മൈനാകം, എന്തൊക്കെ ആയാലും ഒരു തടസ്സവും ഹനുമാന്റെ മുന്നിൽ ഒന്നുമല്ല അല്ലെ. എവിടെയാണോ സീതാമാതാവ് അവിടെ പോയി സീതാമാതാവിനെ കണ്ട് പിടിച്ച് ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട് ദൂതും പറഞ്ഞ് തിരിച്ച് ഭഗവാന്റെ അടുത്ത് ചെന്നു. ആര് തടഞ്ഞു ഹനുമാനെ? തടഞ്ഞു പലരും, പക്ഷെ അതൊന്നും വിലപ്പോയില്ല. അതേപോലെ പരമദിവ്യോത്തമ പുരുഷന്റെ ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുത സേവനം പ്രാപ്തമാകുന്നത് വരെ ഈ ഭക്തി വന്നിട്ട് അനർഗളമായി പ്രവഹിക്കും. അതിനെ പിന്നെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. എന്ത് മനോഹരമായി പുറപ്പെട്ടാണ് അല്ലെ. നമുക്ക് നന്നായിട്ട് മനസ്സിലാകും, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഇനി പ്രേക്ഷകനെ പോലും രജോ തമോ ഗുണങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കുന്ന വിധം അത്രത്തോളം പ്രബലമാണ് ഭക്തിയുത സേവന പ്രകാരം, ഭക്തിയുത സേവന പ്രവാഹം. പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ കേട്ടു നിൽക്കുന്ന ആൾ, ചെയ്യണ്ട, കേട്ടു നിൽക്കുന്ന ആളെ പോലും അത് രജസും തമസും അയാളുടെ ഹൃദയത്തിൽ നിന്നും സ്വതന്ത്രമാക്കുന്നു. ആദ്യമൊക്കെ അമ്പലത്തിൽ വന്നിരിക്കുമ്പോഴത്തേനും ജപിക്കണോ വേണ്ടയോ എന്ന് നമുക്ക് സംശയമായിരിക്കും. ചുമ്മാ വന്നിരുന്ന് കേൾക്കാം എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ പിന്നെ അവര് ജപിച്ചു തുടങ്ങും. നമുക്ക് പലപ്പോഴും അനുഭവമുണ്ട്. ഒരുപാട് സ്ത്രീ ജനങ്ങൾ വന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്യും. അതായത് ജപമൊക്കെ അവർക്ക് ഏറ്റെടുക്കാൻ നമ്മളെ പോലുള്ള സ്ത്രീജനങ്ങൾക്ക് വളരെയധികം എന്താണ് ഭാഗ്യമാണ്. എന്തെന്ന് വെച്ചാല് ഭക്തിയുത സേവനത്തിന് ആദ്യമായിട്ട് ഏറ്റെടുക്കുന്ന മിക്കവാറും നമ്മളെ പോലുള്ള സ്ത്രീജനങ്ങളായിരിക്കും. പക്ഷെ നമ്മുടെ വീട്ടില് പലരും ഇതിന് ഫേവറബിൾ ആയിരിക്കുകയില്ല. പക്ഷെ എന്നാലും നമ്മളെയും കൂടെ കൊണ്ടുവരണമല്ലോ എന്ന് വിചാരിച്ച് നമ്മളെ അമ്പലത്തിൽ കൊണ്ടുവിടാനും അവിടെ നിൽക്കാനും പ്രസാദം കഴിക്കാനും ഒക്കെ നമ്മുടെ കൂടെ ചിലർ വരും. അതായത് ആരെങ്കിലും കൂടെ വരും. അപ്പൊ അങ്ങനെ കൂടെ വരുമ്പോ എന്ത് സംഭവിക്കും? നമുക്ക് അവര് വന്നിട്ട് അവിടെ വന്ന് ഇരിക്കുന്നതും ലെക്ചർ കേൾക്കുന്നതും ഒന്നും അത്രയ്ക്ക് താല്പര്യമുള്ളതുപോലെ ആയിരിക്കത്തില്ല. പക്ഷേ അവരും അവസാനം എന്തായി മാറും? ഭക്തന്മാരായിട്ട് മാറും. അതാണ് ഭക്തിയുത സേവനത്തിന്റെ അത്രയധികം പ്രത്യേകത എന്നാണ് ഇവിടെ പ്രഭുപാദ് തന്റെ പർപ്പറ്റിൽ പറയുന്നത്. അപ്പൊ ഇത് നാച്ചുറൽ ആണ്, എന്താണ്, സ്വാഭാവികമാണ്, തടുത്തു നിർത്താനാവില്ല. ഇതൊക്കെയാണ് ഭക്തിയുടെ പ്രത്യേകത. നോക്കി നിൽക്കുന്ന ആളെ പോലും തമോ രജോ ഗുണങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട് ശക്തിയുള്ളതാണ് ഭക്തിയുദ്ധ സേവനം എന്നും പറയും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. നോക്കൂ, ഇതുവരെ നമ്മൾ വായിച്ചത് വസന്ത തിലകം, അതായത് കുറച്ച് നീളമുള്ള ശ്ലോകമായിരുന്നു. ഇപ്പൊ നോക്കൂ, ഇത് 8 സിലബിൾസ് ആണ്. അതായത് അനുഷ്ടുപ്പിലാണ് നമ്മൾ വായിക്കുന്നത്. സാധാരണ ഭഗവത്ഗീത ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവഃ മാമക പാണ്ഡവശ്ചൈവ
കിം അകുർവത സഞ്ജയ. ഇതാണ് അനുഷ്ടുപ് ഛന്ദസ്. അപ്പൊ നമ്മള് അതേ ട്യൂണിലാണ് ഇപ്പൊ ഇത് വായിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ വായിച്ചതുപോലെയല്ല, ഇത് കുറച്ച് ചെറിയ വേർഡ്സ് ആണ് അല്ലേ. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. 29ാമത്തെ ശ്ലോകം. തസ്യൈവം മേ അനുരക്തസ്യ പ്രസൃതസ്യ ഹതൈനശാ ശ്രദ്ധധാനസ്യ ബാലസ്യ ദാന്തസ്യ അനുചരസ്യ ച. തസ്യൈവം മേ അനുരക്തസ്യ പ്രസൃതസ്യ ഹതൈനശാ ശ്രദ്ധധാനസ്യ ബാലസ്യ ദാന്തസ്യ അനുചരസ്യ ച. തസ്യൈവം മേ അനുരക്തസ്യ പ്രസൃതസ്യ ഹതൈനശഃ ശ്രദ്ധധാനസ്യ ബാലസ്യ ദാന്തസ്യ അനുചരസ്യ ച. ഇവിടെ ഒരു ഭക്തന് വേണ്ടുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാരദ മഹർഷി പറയുകയാണ്. തസ്യ ഏവം, അപ്രകാരം ഞാൻ, എനിക്ക് എന്ത് സംഭവിച്ചു? അനുരക്തസ്യ, ബന്ധനത്തിലകപ്പെട്ടു. അത് എന്ത് ബന്ധനമാണ്? സ്നേഹത്തിന്റെ ബന്ധം. ആരോടായിരുന്നു നാരദ മഹർഷിക്ക്? അമ്മ നാരദ മഹർഷി ആകെപ്പാടെ അമ്മയ്ക്ക് ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനെ ഒന്നും കണ്ടിട്ട് പോലുമില്ല. അച്ഛനെ കുറിച്ച് അവിടെ പറയുന്നില്ല. ആരാണെന്ന് അറിയുക പോലും ഇല്ല എന്നാണ് നാരദ മഹർഷി ഒരിക്കൽ പറയുന്നത്. അപ്പൊ അച്ഛനെ കുറിച്ച് അറിയില്ല. ആകെപ്പാടെ ആ കുട്ടിക്ക് ലോകത്തില് ആകെ ഒരു ബന്ധനസ്ഥനായിട്ടുണ്ടായിരുന്നത് അമ്മയോടായിരുന്നു. പക്ഷെ ഇവിടെ ആരോടാണ് അങ്ങനെ സ്നേഹബന്ധം വന്നത്? ആ ആൾക്കാരോട്. ആൾക്കാരോട് നേരത്തെ പറഞ്ഞത് നമ്മള് ഭഗവത് ഭക്തന്മാർ, ഭക്തി വേദാന്തികൾ, അവരോട് അനുരക്തരായി. നോക്കൂ, ഇത് നല്ല ഒരു ഗുണമാണ് എന്നാണ് പറയുന്നത്. അനുരക്തസ്യ, ആരോട് അനുരക്തസ്യ? ഭക്തന്മാരോടു അനുരക്തസ്യ. ചാണകം ചാരിയാൽ ചാണകം മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. കേട്ടിട്ടുണ്ടാവും അല്ലേ? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടൊരു സൗരഭ്യം. ഇങ്ങനെ പല ഉപമകളും ഒക്കെ നമ്മൾ പറയാറുണ്ട്. പഴഞ്ചൊല്ലൊക്കെ കേൾക്കാറുണ്ട്. എന്താണ്? നിങ്ങൾ ആരുടെ കൂടെ സ്ഥിരം സംഘം ചെയ്യുന്നുവോ, അല്ലെങ്കിൽ ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുന്നുവോ, അവരുടെ സ്വഭാവം നിങ്ങൾക്ക് വന്നു ചേരും. ഇത് ഒരു സാധാരണ പ്രതിഭാസമാണ്. നമ്മൾക്ക് ഒരിക്കലും ഇടപഴകുന്ന ആൾക്കാരിൽ നിന്നും പലതും നമ്മൾ എന്ത് ചെയ്യും? എനർജി ട്രാൻസ്ഫർ. എന്ത് എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അവരുടെ സ്വഭാവത്തിന്റെ പല പ്രത്യേകതകളും. കുടിയന്മാരുടെ കൂടെ കൂടിയാൽ നമ്മൾക്കും അതേപോലെ തന്നെ സ്വഭാവം കിട്ടും. ബിസിനസ്സുകാരുടെ കൂടിയാൽ നമ്മളും ബിസിനസ് സംസാരിച്ചു തുടങ്ങും. രാഷ്ട്രീയക്കാരുടെ കൂടെ കൂടിയാൽ നമ്മളും രാഷ്ട്രീയം സംസാരിച്ചു തുടങ്ങും. അപ്പോ ഭക്തന്മാരുടെ കൂടെ കൂടിയാൽ നമ്മളും ഭക്തരായി മാറും. അതൊരു സാധാരണ പ്രതിഭാസമാണെങ്കിൽ അത് സത്യമാണ് അല്ലേ? എന്താണ് ഇപ്പൊ നാരദ മഹർഷി പറയുന്നത്? തസ്യ ഏവം മേ അനുരക്തസ്യ, അവരുടെ സ്നേഹത്തിൽ ബന്ധിതനായി. അത് നല്ലതാണ്. കാരണം ഈ ബന്ധനം എന്ന് പറയുന്നത് സംഭവം എന്താണെന്ന് അറിയാമോ? ബന്ധനം ശരീരത്തിൽ, ഇനി ഒരു ശരീരവുമായിട്ട് മാനസികമായിട്ടുമുള്ള ബന്ധനം കൊണ്ടാണ് ഞാൻ, എന്റേത്, എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അഹംഭാവം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഭഗവാന്റെ ഭക്തന്മാരുടെ പ്രത്യേകത എന്താണ്? അവർക്കേ അഹംഭാവമില്ല. പിന്നെ ഇവരോട് ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ്? ആ ഗുണമേ ഇവർക്ക് കിട്ടുകയുള്ളൂ. അവർക്ക് അഹംഭാവം ഇല്ലാത്തത് കൊണ്ട്, ഫോൾസ് ഈഗോ ഇല്ലാത്തത് കൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർക്കും ഫോൾസ് ഈഗോ ഉണ്ടാവുകയില്ല അല്ലെ? അഹങ്കാരം ഉണ്ടാവുകയില്ല. എന്താണ് ഉണ്ടാവുക? ഭഗവാനോടുള്ള സ്നേഹം ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും അല്ലെ? അങ്ങനെയാണ്. അപ്പൊ അനുരക്തസ്യ എന്നുള്ളത് നല്ലൊരു ഗുണമാണ്. എന്തിനോടുള്ള അനുരക്തസ്യ? തസ്യ ഏവം, ആ ആൾക്കാരോടുള്ള അനുരക്തസ്യ. ഇനി എന്താണ്? പ്രസൃതസ്യ, ഒബീഡിയന്റ് എന്നാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. അനുസരിക്കുന്ന ആൾ. അവര് പറയും ഭഗവാനെ കുറിച്ച് കേൾക്കണം, പുസ്തകം വായിക്കണം, ജപിക്കണം എന്നൊക്കെ പറയും. സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊന്നും ഞാൻ കേൾക്കൂല. അങ്ങനെയാണെങ്കിൽ ശരിയാവുകയില്ല. പറയുന്നത് കേൾക്കണം. കാരണം അത് നല്ലതാണ് എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ അങ്ങനെ പറഞ്ഞു തരുന്ന കാര്യം പ്രാവർത്തികമാക്കാനുള്ള അനുസരണാശീലം ഉണ്ടായിരിക്കണം. അപ്പൊ നാരദ മഹർഷി പറയുന്നു, രണ്ടാമത്തെ ഗുണം ആജ്ഞാനുസാരം. അതായത് ഒന്നാമത്തെ ഗുണം അനുരക്തസ്യ, രണ്ടാമത്തെ ഗുണം പ്രസൃതസ്യ. ഇനി എന്താണ്?
മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ഹത ഏനശ. ഏനശ എന്നാൽ പാപങ്ങൾ എന്നാണ്. ഹത എന്ന് പറഞ്ഞാൽ മരിച്ചു, അല്ലെങ്കിൽ പാപങ്ങളെല്ലാം തീർന്നു. ഹത എന്ന് പറഞ്ഞാൽ കൊന്നു, അല്ലെ? അങ്ങനെയല്ലേ മലയാളത്തില്? ഹത, ഹത എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നാണ്, കൊന്നു എന്നാണ് അർത്ഥം. എന്തിനാണ് കൊന്നത്? പാപങ്ങളെ നശിപ്പിച്ചു. ഹത ഏനശ. ഇവരുമായിട്ടുള്ള സമ്പർക്കം കാരണം ഭഗവാന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയും നാമം ജപിക്കുകയും സേവനം ചെയ്തത് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെ? തമ രജ ഗുണങ്ങളെല്ലാം ഇല്ലാതായിപ്പോയി. സ്ഥിതം സത്വേ പ്രസീദതി എന്ന് പറഞ്ഞു. അപ്പോ ഇതേപോലെ മൂന്നാമത്തെ ഗുണം എന്താണ്? എല്ലാ പാപങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെടണം. ഇനി നാലാമത്തേത് ഹതേനശ. അത് കഴിഞ്ഞിട്ട് ശ്രദ്ധദാനസ്യ. ശ്രദ്ധദാനസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെയ്ത്ത്ഫുൾ, അതായത് വിശ്വസ്തനായിരിക്കണം. കേൾക്കുന്നതില് നമ്മൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. അവർ പറയുന്നതിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. ഇതെല്ലാം അടുത്ത ഗുണമാണ്. ആര്? ഈ ബാലൻ. ആരെ കുറിച്ചാണ് പറയുന്നത്? തന്നെ കുറിച്ചാണ് പറയുന്നത്. ബാലസ്യ. പിന്നെ ദാന്തസ്യ. ദാന്തസ്യ എന്ന് പറഞ്ഞാൽ സബ്ജുഗേറ്റഡ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് അർത്ഥം. ഇവിടെ അടിമപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതായത് അവര് വന്നിട്ട് ശരണാഗതി അടഞ്ഞിട്ട് അവരെ അനുചരസ്യ, അടുത്ത ക്വാളിറ്റി, അനുചരസ്യ, കർശനമായി നിർദ്ദേശങ്ങളെ അനുസരിച്ചുകൊണ്ട്. ആര് ചെയ്തു ഈ കാര്യങ്ങളെല്ലാം? ആര് ചെയ്തു എന്നാണ് പറയുന്നത്? ഞാൻ ചെയ്തു എന്ന്, ആ ബാലനായ ഞാൻ ചെയ്തു എന്ന് നാരദ മഹർഷി പറയുന്നു. എന്താണ് പറയുന്നത്? തസ്യൈവമേ അനുരക്തസ്യ പ്രസൃതസ്യ ഹത ഏനശ ശ്രദ്ധദാനസ്യ ദാന്തസ്യ അനുചരസ്യ. ഇങ്ങനെ 6 കാര്യങ്ങളാണ് ഏറ്റവും ഭക്തിയിൽ പുരോഗമിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്ന്. ഞാൻ ആ മുനിമാരുമായി സ്നേഹത്താൽ ബന്ധിതനായി അത്യന്തം വിനയത്തോടു കൂടി അവരുടെ സേവനത്തിൽ നിരതനായതിനാൽ എന്റെ സർവപാപങ്ങളും സമൂലം നശിപ്പിക്കപ്പെട്ടു. അവരിൽ പൂർണ്ണ വിശ്വസ്തനാകയാൽ ഞാൻ ഇന്ദ്രിയങ്ങളെ കീഴടക്കുകയും മനസ്സാലും ശരീരത്താലും കർശനമായി അവരെ അനുവർത്തിക്കുകയും ചെയ്തു. അപ്പോ ഇവിടെ പ്രഭുപാദ് നമ്മളെ പർപ്പോട്ടിനകത്ത് ഓർമ്മിപ്പിക്കുന്ന എന്താണെന്ന് അറിയാമോ? നമ്മൾ പരിശുദ്ധ ഭക്തന്മാരുടെ അടുത്തു നിന്നും എന്ത് സ്വീകരിക്കണം? സംഘം സ്വീകരിക്കണം. പക്ഷേ അഭക്തന്മാരുടെ അടുത്തു നിന്നും സംഗമം സ്വീകരിക്കരുത്, അല്ലെങ്കിൽ അവരുടെ അടുത്തു നിന്നും ആ എനർജി സ്വീകരിക്കരുത്. കാരണം അത് സ്യൂഡോ ഡിവോട്ടി എന്ന് പറയുന്നു. പ്രഭുപാദ് ഇവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്. കപട ഭക്തനാൽ നയിക്കപ്പെടരുത്. ഭക്തി നമുക്കറിയാം, ഭൗതിക ലോകത്തില് ഇപ്പൊ നമ്മൾ കാണുന്ന കലികാലത്തില് ഒരുപാട് ഭക്തി എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ കാണാം. പണത്തിനും പ്രശസ്തിക്കും പേരിനും അനുയായികൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഭക്തനാണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ പത്രത്തിനകത്തും ടിവിയിലും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ആ തരത്തിലുള്ള കപടഭക്തനാൽ നയിക്കപ്പെടരുത്. ഞാൻ ഈശ്വരനാണ്, എന്നെ ആരാധിക്കൂ എന്ന് ഒരിക്കലും ഒരു ശുദ്ധ ഭക്തൻ പറയുകയില്ല. ഈശ്വരന്റെ അംശമാണ് ഞാൻ, നിങ്ങളും ഈശ്വരന്റെ അംശമാണ്. എന്തായി മാറണം? നിങ്ങളും ഭഗവാന്റെ ഭക്തന്മാരായി മാറണം. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ പരമനിയന്താവായും മറ്റെല്ലാവരെയും ഭഗവത് സേവകരായും അയാൾ അറിയുന്നു. അതാണ് പരിശുദ്ധ ഭക്തന്റെ ലക്ഷണം. അപ്പൊ ഇത് വന്നിട്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാണുന്ന ഏതൊരാളുടെ അടുത്തും പോയി ഭഗവാനെ കുറിച്ച് കേൾക്കുകയല്ല. അയാൾ പരിശുദ്ധ ഭക്തനാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? അന്വേഷിച്ചു കണ്ടെത്തണം. നമുക്ക് മനസ്സിലാവും. അയാളുടെ പ്രവൃത്തിയും അയാളുടെ സംഭാഷണവും എല്ലാം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാകും. കാരണം നമ്മൾ ഡയമണ്ടും അല്ല സ്വർണം ഉരച്ചു നോക്കുന്നത് പോലെ ഉരച്ചു നോക്കുമ്പോ അതിന്റെ അടിയിൽ ചെമ്പാണോ സ്വർണ്ണമാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും, അല്ലെ? അപ്പോ കുറച്ചു നാള് കേട്ട് കഴിയുമ്പോ എന്താണ് ഇയാൾ പറയുന്നത്? ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും എന്താണ് നമ്മൾ 3 കാര്യങ്ങളെ കുറിച്ച് പറയും. ഗുരു, സാധു, ശാസ്ത്ര. ഗുരു, സാധു, ശാസ്ത്ര, അല്ലെ? ശാസ്ത്രമാണ് പ്രമാണം. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ. ശാസ്ത്രത്തിനനുസരിച്ചാണോ ഗുരുവും സാധുക്കളും പറയുന്നത്?
അങ്ങനെ ആണെങ്കിൽ ഗുരുവും സാധുവും ബോണഫൈഡ് ആണ്, അല്ലെങ്കിൽ വിശ്വസനീയമാണ്. ശാസ്ത്രത്തിന് എതിരായിട്ടാണ് പറയുന്നതെങ്കിൽ, ശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത്? ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം അഹം സർവസ്യ പ്രഭവ മതഃ സർവം പ്രവർത്തത്തെ ഇതി മത്വാ ഭജന്തെ മാം ബുദ്ധഭാവ സമന്വിത. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. അഹം മാമേകം, ഭഗവാനല്ലേ പറയുന്നത്, എന്നെ മാത്രം ശരണം പ്രാപിക്കുക, എന്നെ ശരണം പ്രാപിക്കുക, ഞാനാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ. ഭോക്താഹം, ഈശ്വരാഹം, സിദ്ധാഹം, ഇതെല്ലാം വന്നിട്ട് ആരാണ്? ഭക്ത, ഭോക്ത, ഇതെല്ലാം വന്നിട്ട് ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഇനി ഒരാൾ പറയുകയാണ്, അല്ല, ഞാനും നിങ്ങളും ഈശ്വരന്മാരാണ്. നമ്മൾ മായയിലായതുകൊണ്ടാണ് നമ്മൾ ഈശ്വരനാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ ഈ വിളക്കിനെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഈശ്വരനാണ് എന്ന്. ഇതൊക്കെ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? ഇങ്ങനെ ഒരു കാര്യം എവിടെയും എഴുതി വെച്ചിട്ടില്ല. ഞാൻ ഈശ്വരനേ അല്ല. ഞാൻ ഈശ്വരനാണെങ്കിൽ ഒന്നാമത് ഞാൻ മായയ്ക്ക് അടിമപ്പെട്ടു പോവുകയില്ല. എന്താണ്? അങ്ങനെ ഫസ്റ്റിലെ നമുക്ക് മനസ്സിലാകും. അപ്പോഴേ നമുക്ക് സംശയം വരണം, ഇയാൾ പറയുന്നത് കറക്റ്റ് ആണോ എന്ന്. അപ്പൊ ഓടിപ്പോയി നോക്കണം ഭഗവത്ഗീതയ്ക്കകത്ത്. ഭഗവാൻ പറഞ്ഞിരിക്കുന്നല്ലോ, അഹം സർവസ്യ പ്രഭവ. എന്താണ്? എനിക്ക് സറണ്ടർ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധ ഭക്തനാണോ എന്ന് നോക്കണം, എന്നിട്ടേ പറയുന്നത് കേൾക്കാവൂ എന്ന് ആര് പറയുന്നു? ഇവിടെ പ്രഭുപാദ് പറയുന്നു, നിങ്ങൾ മിസ്ലെഡ് ആവരുത്. മിസ്ലെഡ് എന്ന് പറഞ്ഞാൽ കപട ഭക്തന്മാരാൽ നയിക്കപ്പെടരുത്. ഇവിടെ നാരദ മഹർഷിക്ക് ഭാഗ്യവശാൽ എന്ത് കിട്ടി? പരിശുദ്ധ ഭക്തന്മാരുടെ സേവനത്തിനുള്ള അവസരമാണ് കിട്ടിയത്. അപ്പോ എന്ത് സംഭവിച്ചു? അങ്ങനെ എന്താണ് മുമ്പേ പറഞ്ഞത്? ദാന്തസ്യ അനുചരസ്യ ഹതയേനശ, പിന്നെ അനുരക്തസ്യ പ്രസൃതസ്യ ഹതയേനശ ശ്രദ്ധധാനസ്യ ദാന്തസ്യ അനുചരസ്യ. ഇങ്ങനെ 6 കാര്യങ്ങള് വളരെയധികം ക്വാളിറ്റീസ് ആണ്, ഭക്തന്മാർക്ക് വേണ്ട ക്വാളിറ്റീസ്. അതെല്ലാം ഉള്ളത് കൊണ്ട് എന്ത് സംഭവിച്ചു? എനിക്ക് 30ാമത്തെ ശ്ലോകത്തിൽ നാരദ മഹർഷി പറയുന്നു, അനുഷ്ടുപ്പിൽ തന്നെ നമുക്ക് വായിക്കാം. ജ്ഞാനം ഗുഹ്യതമം യത്തത് സാക്ഷാത് ഭഗവതോദിതം അന്വവോചൻ ഗമിഷ്യന്ത കൃപയാ ദീനവത്സലഃ. ജ്ഞാനം ഗുഹ്യതമം യത്തത് സാക്ഷാത് ഭഗവതോദിതം അന്വവോചൻ ഗമിഷ്യന്ത കൃപയാ ദീനവത്സല. ജ്ഞാനം ഗുഹ്യതമം യത്തത് സാക്ഷാത് ഭഗവതോദിതം അന്വവോചൻ ഗമിഷ്യന്ത കൃപയാ ദീനവത്സല. വളരെ സിമ്പിൾ. ജ്ഞാനം, എന്ത് ജ്ഞാനം? ഗുഹ്യതമം. ഗുഹ്യം എന്ന് പറഞ്ഞ രഹസ്യം, ഗുഹ്യതരം അതിലും രഹസ്യമയം, ഗുഹ്യതമം ഏറ്റവും രഹസ്യമയം, അതീവ രഹസ്യം. അതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇതാണ് ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്ന് പറയുന്നത് പോലെ. ഗുഹ്യം, ഗുഹ്യതരം, ഗുഹ്യതമം. എന്ത് കിട്ടി? ആ പരിശുദ്ധ ഭക്തന്മാരിൽ നിന്നും ഈ പ്രകാരം ക്വാളിറ്റീസ് ഉള്ള ആ കുട്ടിക്ക് എന്ത് കിട്ടി? ജ്ഞാനം. എന്ത് ജ്ഞാനം? ഗുഹ്യതമം. അതേതാണ് ആ ജ്ഞാനം? അവരുണ്ടാക്കിയ ജ്ഞാനമാണോ? അവർ കുറച്ചു നേരം ധ്യാനിച്ചിരുന്നിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെയാണ് തെളിഞ്ഞു വരുന്നത്, ഇത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞാണോ ആ മഹർഷിമാർ ആ ജ്ഞാനം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ആർക്ക്? നാരദമുനിയായ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ല. യത്തത് സാക്ഷാത് ഭഗവതോദിതം. ഒരു സുപ്രഭാതത്തില് പൊട്ടിമുളച്ചു വരുന്ന ജ്ഞാനമല്ല, ഭഗവത ഉദിതം. നേരത്തെ ഓൾറെഡി ഉള്ളതാണ് ആ ജ്ഞാനം. സാക്ഷാത് ഭഗവത ഉദിതം, സ്വയം ഭഗവാനാൽ പ്രതിപാദിക്കപ്പെട്ട ജ്ഞാനമാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ശീല പ്രഭുപാദ് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, ആസ് ഇറ്റ് ഈസ്, ആസ് ഇറ്റ് ഈസ്, യഥാരൂപം 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 എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ. ഒന്നും അതിൻ്റെ അകത്ത് ചേർക്കാനുമില്ല, അതിൻ്റെ അകത്തുനിന്ന് എടുത്തു മാറ്റാനുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനമാണ്, ഗുഹ്യതമമാണ്,
സാക്ഷാത് ഭഗവത്തോദിതം, ഞാൻ ഉണ്ടാക്കിയ ജ്ഞാനമല്ല. അല്ലെങ്കിൽ ആ പരിശുദ്ധ ഭക്തന്മാര് എന്നാ പിന്നെ ഈ കുട്ടിക്ക് ചില പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തേക്കാം. ഇല്ല, അങ്ങനെയല്ല. ഭഗവാൻ നേരത്തെ മുതലേ ആ പ്രതിപാദിച്ചിരിക്കുന്ന അതെങ്ങനെയാണ്? ആ വേദൈശ്ച സർവേരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിത് ഏവ ചാഹം. വേദങ്ങൾ ബ്രഹ്മാവിനെ സാക്ഷാത് ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്തു കൊടുത്തതാണ് വേദങ്ങൾ. അത് അങ്ങനെ ബ്രഹ്മാദേവനിൽ നിന്നും താഴേക്ക് പല കൈവഴികൾ കടന്നാണ് വരുന്നത്. ഈ ആചാര്യ പരമ്പര അല്ലെങ്കിൽ ഗുരു പരമ്പര വഴി വരുന്ന ജ്ഞാനം എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്ന് വരുന്ന ജ്ഞാനം തന്നെയാണ്. അതായത് ഗുരുപരമ്പരയിൽ ഒരാൾക്കും ഈ ജ്ഞാനത്തിനെ വളച്ചൊടിക്കാനോ അതിനകത്ത് എന്തെങ്കിലും അയാളുടേതായിട്ട് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനകത്തൊന്നും എനിക്കിഷ്ടമല്ല എന്ന രീതിയിൽ അതിനകത്തൊന്നും എടുത്തു മാറ്റാനോ ഒന്നും പറ്റില്ല. ആസ് ഇറ്റ് ഈസ്, സ്വയം ഭഗവാൻ തന്ന അതേ ജ്ഞാനം തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഭക്തിവേദാന്തികളും ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം വേറെ ആർക്ക് പറയാൻ പറ്റും? ഭഗവാന് തന്നെ അത് ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. കാരണം എന്താണ്, അല്ലാണ്ട് നമ്മൾ എന്തോരം പരിശ്രമിച്ചാലും ഇത് എന്ത് ചെയ്യുകയില്ല, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം പൂർണ്ണമായിട്ടും മനസ്സിലാകുകയില്ല. അത് ഭഗവാൻ തന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ബ്രഹ്മദേവൻ, നോക്കൂ, ബ്രഹ്മദേവൻ വന്നിട്ട് ഭഗവാന്റെ അംബുജോദ്ഭവൻ, അംബുജോദ്ഭവൻ ആരാണ്? ഭഗവാന്റെ നാഭിയിൽ നിന്നും വന്നു ബ്രഹ്മദേവൻ. ആ താമരയിലിരുന്നു. എന്തിനാണ് ഞാൻ ഉണ്ടായത് എന്ന് ബ്രഹ്മദേവൻ അറിയില്ല. എവിടെയായിരുന്നു ജ്ഞാനം? ഇല്ല, അല്ലേ? എന്താണെന്ന് പോലും അറിയില്ല. അവസാനം അവിടെ നിന്നും താഴോട്ട്, സ്വന്തം പ്രയത്നം, അവിടെ നിന്നും താഴോട്ട് പോയി, മേലേക്ക് പോയി, എല്ലായിടത്തും പോയി. മൊത്തം മുഴുവൻ ഇരുട്ടായിരുന്നു. അതൊരു ഉപമയും കൂടിയാണ്. ഇരുട്ടെന്ന് പറഞ്ഞാൽ അജ്ഞതയിലായിരുന്നു എന്നാണ് അർത്ഥം. അവിടെ മൊത്തം ഇരുട്ടായിരുന്നു. ഒന്ന് അപ്പൊ ഒന്നും കണ്ടില്ല. എന്താണ് ഈ താമരത്തണ്ടിനകത്ത് കൂടെ പോയി താഴോട്ട് പോയപ്പോഴും മേലോട്ട് പോയപ്പോഴും ഒന്നും കണ്ടില്ല. എന്തിനാണ് വന്നതെന്ന് മനസ്സിലായില്ല. പിന്നെ ആരാണ് പറഞ്ഞു കൊടുത്തത്? തപ തപ എന്ന രീതിയിൽ ഭഗവാൻ വന്നിട്ട് തപസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ചുമ്മാതെ കിട്ടൂല ജ്ഞാനം. ഓസ്റ്റെറിറ്റി, അതെങ്കിൽ തപശ്ചര്യ ചെയ്താലേ ജ്ഞാനം കിട്ടുകയുള്ളൂ. വെറുതെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, അതിന്റെ നെസസിറ്റി ഇല്ലാതെ പറഞ്ഞു കൊടുക്കുകയില്ല. അർജുനൻ പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത് നിന്ന് ആ ഭയങ്കര ടെൻസ് ആയിട്ടുള്ള, ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആ സമയത്ത് എന്താണ്, ഗാണ്ഡീവം ശ്രംസതേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യത്തെ, അതായത് എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ വിഷണ്ണനായി പോകുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ ആത്മജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു. പിന്നെ കുറെ നാള് കഴിഞ്ഞിട്ട് അർജുനൻ പറഞ്ഞു, എനിക്ക് ഒന്നും കൂടി പറഞ്ഞു തരണം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അത് ഇനി നിനക്ക് ഇനി പറഞ്ഞാൽ ആ ഒരു മനസ്സിലാകുന്നത് പോലെ നിനക്ക് മനസ്സിലാവുകയില്ല. ആ സന്ദർഭത്തിൽ നിനക്ക് മനസ്സിലായതുപോലെ, അതായത് അവിടെയായിരുന്നു എന്ത് ആവശ്യമുണ്ടായിരുന്നത്, ആ ജ്ഞാനത്തിന്റെ. ചുമ്മാ കൊടുക്കാൻ പറ്റുന്ന ജ്ഞാനമല്ല അത്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ വന്നിട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടതേ ബ്രഹ്മദേവന് ജ്ഞാനം കൊടുത്താൽ പോരായിരുന്നോ? ഇല്ല, ബ്രഹ്മദേവനും സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണ്ടേ? എന്താണ്? ഓസ്റ്ററിറ്റി ചെയ്യണം. അതായത് എന്ത് ചെയ്യണം? തപശ്ചര്യ ചെയ്യണം. അപ്പൊ ഭഗവാൻ പറഞ്ഞതിനനുസരിച്ച് അനുസരണാശീലം വേണം. അനുസരിച്ച് തപശ്ചര്യ ചെയ്തു ബ്രഹ്മദേവൻ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ബ്രഹ്മദേവന് ഭഗവാൻ വന്നിട്ട് വേദങ്ങളെ വെളിവാക്കി. ആ വേദങ്ങൾ നാൻമുഖനായ ബ്രഹ്മാവ് പല കൈവഴിയിലും കൂടിയും തന്റെ ശിഷ്യന്മാർക്ക് ദാനം ചെയ്തു. ആ ജ്ഞാനം തന്നെയാണ് പറയുന്നത് ഇവിടെ നമ്മൾക്കും തരുന്നത്. ആര്? നമ്മുടെ ആചാര്യൻ. അതേ ജ്ഞാനം തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. സ്വയം ഭഗവാനാൽ നിർദ്ദേശിക്കപ്പെട്ട, അതായത് ഇവിടെ നമ്മൾ ഏത് വാക്കാ പറയുന്നത്? സാക്ഷാത് ഭഗവതോതിതം ഗുഹ്യതമം, ഏറ്റവും രഹസ്യമായത് എന്നതിന്റെ അർത്ഥം എന്താണ്? വരുന്നതും പോകുന്നതുമായിട്ടുള്ള ആൾക്കാർക്കൊന്നും അത് മനസ്സിലാവുകയില്ല. ഈ ജ്ഞാനം ഗുഹ്യതമം പറയാൻ കാരണം എന്താണ്? തുറന്നു വെച്ചേക്കുമല്ലേ പുസ്തകം. ഭഗവത്ഗീത ആർക്ക് വേണമെങ്കിലും എടുത്ത് വായിക്കാം. എത്ര 500 കണക്കിന് ഭഗവത്ഗീതയുടെ വിവർത്തനങ്ങളുണ്ട്. ആർക്ക് വേണമെങ്കിലും ഭഗവത്ഗീത ശ്ലോകം എടുത്ത് വായിക്കാം. പക്ഷെ വായിക്കുന്ന എല്ലാ ആൾക്കാർക്കും അത് മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. ചില ആൾക്കാർ ഭഗവത്ഗീത ശ്ലോകം വായിച്ചിട്ട് ഭഗവത്ഗീതയെ തന്നെ കുറ്റം പറയും, ഭഗവാനെ തന്നെ കുറ്റം പറയും. അങ്ങനെ ഒരു ആളേ ഇല്ല എന്ന് പറയും, ഇതെല്ലാം മായയാണെന്ന് പറയും. ഇങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുമുണ്ട്. ആരെങ്കിലും തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോകാൻ പരിശുദ്ധ ഭക്തിയോടുകൂടി ഇതിനകത്തുനിന്ന് എത്ര പേര് പറയും, അല്ലേ? എത്ര പേരുണ്ടാകും ഈ ജ്ഞാനം വന്നിട്ട് സ്വീകരിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് തിരിച്ച് ഭഗവാന്റെ അടുത്ത് എത്താൻ വേണ്ടി ശ്രമിക്കുന്ന എത്ര പേരുണ്ട്? അവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ഗുഹ്യതമം എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് നോളജ്. എന്താണ് ആ നോളജ്? ഐ ആം നോട്ട് ദിസ് ബോഡി. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, ഞാൻ ഭഗവാന്റെ അംശമാണ്.
എന്റെ കർത്തവ്യം എന്താണ്? ആ പൂർണ്ണമായിട്ടുള്ള ഭഗവാനെ സേവിക്കുക എന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് സന്തോഷിക്കാൻ കഴിയുള്ളൂ. ഇതാണ് ജ്ഞാനം. സിമ്പിൾ ആണ്, പക്ഷെ ഇത് പ്രവർത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അടുത്ത ശ്ലോകങ്ങളിലൊക്കെ പറയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോ ഈ ജ്ഞാനം ഗുഹ്യതമമായത് എന്തുകൊണ്ടാണ്? ഇത് ആർക്കും മനസ്സിലാവുകയില്ല. ആർക്കും മാത്രമേ മനസ്സിലാവുകയുള്ളൂ? പരിശുദ്ധ ഭക്തന്മാർക്ക് മാത്രം. അർജുനനോട് എന്തു പറഞ്ഞു ഭഗവാൻ? ഈ ജ്ഞാനം നിനക്ക് ഞാൻ തരുന്നത് എന്തുകൊണ്ടാണ്? യു ആർ മൈ ഡിവോട്ടി ആൻഡ് മൈ ഫ്രണ്ട്. രണ്ട് ക്വാളിറ്റീസ് ആണ് വേണ്ടത്. ഭക്തനാവണം, എന്നോട് ഫ്രണ്ട് ആവണം. അതായത് അർജുനനെ പോലെ ആയിരിക്കണം. അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അർജുനന് വിശ്വാസം ഉണ്ടായിരിക്കണം. അർജുനന് എന്തുണ്ടായിരിക്കണം? ഭഗവാന്റെ ഭക്തനായിരിക്കണം. ഇത് രണ്ടും ആണെങ്കിൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഗുഹ്യതമം എന്ന് പറയുന്നത്. ജ്ഞാനം ഗുഹ്യതമം യത്തത് സാക്ഷാത് ഭഗവതോദിതം. അതിന്റെ അർത്ഥവും നമ്മൾ പറയുന്നു. അന്വവാചൻ, അന്വവാചൻ അവര് ആ ജ്ഞാനത്തെ കുറിച്ച് എനിക്ക് നിർദ്ദേശം നൽകിയപ്പോ, ഗമിഷ്യന്ത പോയപ്പോ, അതായത് അവർക്ക് പോകാൻ സമയമായി. 2 വർഷം, അല്ല സോറി, 2 ഋതുക്കൾ കഴിഞ്ഞു. വർഷകാലവും കഴിഞ്ഞു, ശരത്കാലവും കഴിഞ്ഞു, മഴയെല്ലാം കഴിഞ്ഞു. അവര് വീണ്ടും അവിടെ നിന്നും സഞ്ചരിക്കാനുള്ള സമയമായി. അപ്പോ അവര് എന്ത് ജ്ഞാനം നൽകി? സാക്ഷാത് ഭഗവതോദിതം ഗുഹ്യതമം ജ്ഞാനം തന്നു. എപ്പോ തന്നു? പോകുന്ന സമയത്ത്. എന്തുകൊണ്ട് തന്നു? കൃപയാ ദീനവത്സല. ഇതാണ് ആ ഭക്തിവേദാന്തികളുടെ ഗുണം, പരിശുദ്ധ ഭക്തന്മാരുടെ ഗുണം. അഹൈതുകമായിട്ടുള്ള കൃപ. ദരിദ്രരിലും സൗമ്യശീലരിലും അതീവ ദയാലുക്കളായിരുന്നത് കൊണ്ട് അല്ലെ? അപ്പോ അടുത്ത പേജിലേക്ക് എന്താണ്? വിനീത ഹൃദയ ആത്മാക്കളിൽ അതീവ കൃപയുള്ള ആ ഭക്തിവേദാന്തികൾ പ്രയാണം ആരംഭിക്കുന്ന വേളയിൽ പരമദിവ്യോത്തമ പുരുഷനാൽ നിർദ്ദേശിക്കപ്പെട്ട ആ അതീവ രഹസ്യമായ വിഷയത്തെ എനിക്ക് ഉപദേശിച്ചു. ഇവിടെ പ്രഭുപാദ് ആ പർപ്പോട്ടിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും താഴെ പറയുന്ന ഒരു ജ്ഞാനം എന്ന് അപ്പോസ്ട്രോഫി ഇട്ടേക്കുന്നതില് അതീവ രഹസ്യം എന്ന അഭിവ്യഞ്ജനം ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്തെന്നാൽ ഭക്തിയുത സേവനം എന്ന വിജ്ഞാനം നിർവ്യക്തിക വിജ്ഞാനത്തിന് അതീതമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ മലയാളം പോരാ, ഇതിന്റെ ഇംഗ്ലീഷ് ഞാൻ വായിച്ചു തരാം. ദി എക്സ്പ്രഷൻ most confidential is significant here because knowledge of devotional service is far above knowledge of impersonal Brahman. ജ്ഞാനം പലതരത്തിലുണ്ട്, വേണമെങ്കിൽ 3 തരത്തിലുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആധ്യാത്മിക ജ്ഞാനം ഒന്ന് ഇംപേഴ്സണൽ, അവ്യക്തിഗത ബ്രഹ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം. അത് വളരെ ഈസി ആയിരിക്കാം കിട്ടാൻ. എന്താണ്? ഭഗവാൻ ഒരു രൂപമില്ല, ഭഗവാൻ ഒരു ലൈറ്റ് മാത്രമാണ്, അങ്ങനെ പറയുന്നത്. രൂപമില്ല എന്ന് പറയാം, അവ്യക്തിയെ അല്ല എന്ന് പറയുന്ന ജ്ഞാനം. ഇത് ഈസിയാണ്. നമ്മൾ തെരഞ്ഞു പോയ അവസാനം ഇവിടെ വരെ എത്താം. എല്ലായിടത്തും ഭഗവാനെ കാണാം, എല്ലായിടത്തും വികസിച്ചു കിടക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് രൂപമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതെല്ലാം എന്താണ്? അവ്യക്തിഗതവാദമാണ്. ഇത് എന്താണ്? ഒരു തരത്തിലുള്ള ജ്ഞാനമാണ്, ശരിയാണ്. ഇനി ഇതും കഴിഞ്ഞിട്ട് above this, when it is partially mixed with devotion, ഇവിടെ ഡിവോഷൻ വേണമെന്ന് നിർബന്ധമില്ല. അവ്യക്തിഗതവാദം, വ്യക്തി അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിനകത്ത് ഭക്തി വരുന്നത്? ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. അപ്പൊ അവിടെ ഭഗവാൻ എന്നുള്ള ഒരു വ്യക്തി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഭക്തി വരും? ഭക്തി വേണം നിർബന്ധമില്ല. ഈ അവ്യക്തിഗത ജ്ഞാനത്തിന് ഭക്തനായിരിക്കണമെന്ന് നിർബന്ധമേ ഇല്ല. ഇനി കുറച്ച് ഭക്തി വരുമ്പോ എന്താണ്? This knowledge, above this, when it is partially mixed with devotion, such knowledge develops into knowledge of Paramatma. ഇനി കുറച്ച് ഭക്തിയും കൂടെ അതിനകത്ത് കയറുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആ ജ്ഞാനം കുറച്ചും കൂടെ അടുത്ത ലെവലിലേക്ക് വരുന്നത്. അതെന്താണ്? ഇത് സാമാന്യമായിട്ടുള്ള ജ്ഞാനം. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഭക്തി വരുമ്പോഴാണ് പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം വരുന്നത്. അതായത് ഭഗവാൻ രൂപമുണ്ട്, ചതുർഭുജ ബാഹുവായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവിന്റെ രൂപത്തിൽ എല്ലാ ജീവജാലങ്ങളിലും അദ്ദേഹം വ്യക്തിരൂപേണ വിന്യസിച്ചിരിക്കുന്നു.
പരമാത്മാവ് എന്നാണ് ആ രൂപത്തിന്റെ പേര്. അതെല്ലാവർക്കും മനസ്സിലാകും, കുറച്ച് ഭക്തിയുള്ള ആൾക്ക് മനസ്സിലാകും. ഇനി ഇതും കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? ദിസ് ഇസ് മോർ കോൺഫിഡൻഷ്യൽ. ഇതിനെക്കാട്ടിലും ബെറ്റർ ആണ് ഈ ജ്ഞാനം, ഇതിനെക്കാട്ടിലും രഹസ്യമാണ് ഈ ജ്ഞാനം. ഇത് മനസ്സിലാക്കാൻ വലിയ പ്രശ്നമില്ല. ഇതിൽ നിന്നും അപ്പുറം പോയി പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം മനസ്സിലാക്കാൻ കുറച്ചും കൂടി ഭക്തി വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അതിനെ മോർ കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് കോൺഫിഡൻഷ്യൽ, ഗുഹ്യം, ഇത് ഗുഹ്യതരം. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് പോയാലേ എന്താവുകയുള്ളൂ? ബട്ട് വെൻ such knowledge is turned into pure devotional service and the confidential part of transcendental knowledge is attained, this is called the most confidential knowledge. This most confidential knowledge was imparted by the Lord to Brahma, Arjuna, Uddhava, etc. എന്താണ്? ഭഗവാൻ വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ വിസ്തരണങ്ങളാണ് പരമാത്മാവ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും പ്രവഹിക്കുന്ന ആ ഊർജമാണ്, അല്ലെങ്കിൽ ആ ഒരു ശോഭയാണ്, അതാണ് ബ്രഹ്മം എന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് പരിശുദ്ധ ഭക്തന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇത് അതുകൊണ്ട് മോസ്റ്റ് കോൺഫിഡൻഷ്യൽ, ഗുഹ്യതമം എന്ന് പറയും. ഇവിടെ ഏത് ജ്ഞാനമാണ് നാരദ മഹർഷിക്ക് ആ ഭക്തിവേദാന്തികൾ പറഞ്ഞു കൊടുക്കുന്നത്? ജ്ഞാനം ഗുഹ്യതമം, യത്തത് സാക്ഷാത് ഭഗവതോദിതം. മനസ്സിലാകുന്നുണ്ടോ എന്താണ് ജ്ഞാനം എന്ന് പറയുന്നത്? ജ്ഞാനം 3 തരത്തിൽ വരാം. ഭക്തി ഇല്ലാതെ ജ്ഞാനം ഉണ്ടാകാം ബ്രഹ്മവാദികൾക്ക്. ഭക്തി കുറച്ചു വരുമ്പോഴേക്കും പരമാത്മാവാകും, അല്ലെ? പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമാകും. ഇനി പരിശുദ്ധ ഭക്തന്മാരായ മാത്രമേ എന്താവുകയുള്ളൂ? ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം കിട്ടുകയുള്ളൂ. എന്നെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധ ഭക്തനായിരിക്കണം എന്നാണ് ആര് പറയുന്നത്? ഭഗവാൻ പറയുന്നത്. അർജുന, നീ എന്റെ ഭക്തനും ഫ്രണ്ടും ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഗുഹ്യമായിട്ടുള്ള ജ്ഞാനം നിനക്ക് പറഞ്ഞു തരുന്നത് എന്ന് പറയും. അപ്പോ ഈ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭഗവാൻ വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭക്തിയുത ഭഗവത് സേവനം ചെയ്യാനുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം, ഗുഹ്യതമം എന്ന് പറയുന്ന ജ്ഞാനം കിട്ടുകയുള്ളൂ. അപ്പോ നാരദ മഹർഷിക്ക് അവര് എന്ത് ജ്ഞാനമാണ് പറഞ്ഞു കൊടുത്തത്? അവര് പരിശുദ്ധ ഭക്തന്മാരാണ്, ഭക്തിവേദാന്തികൾ. അപ്പോ നാരദ മഹർഷിക്ക് അവർ എന്ത് ജ്ഞാനം പറഞ്ഞു കൊടുത്തു? ആ ജ്ഞാനമാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അവർ ഒരിക്കലും അതിനെ അടച്ചു വെച്ചിട്ട് ഇത്രയോ ഒന്നും നീ പഠിക്കണ്ട, ഇവിടെ വരെ നീ പഠിച്ചാൽ മതി എന്നൊന്നും പറയൂല. എന്താണ് പറഞ്ഞത്? അർജുനനോട് ഭഗവാൻ പറഞ്ഞത്, ഈ പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇതിനകത്ത് ഇനി വേറെ ഒന്നും നിനക്ക് പറയേണ്ടതായിട്ടില്ല. ഇനി അർജുന നീ ചിന്തിച്ച് വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചോ എന്നാണ് ഭഗവത്ഗീതയുടെ അവസാനം ഭഗവാനോട് പറയുന്നത്, അല്ല അർജുനനോട് പറയുന്നത്. അതേപോലെ തന്നെയാണ് എല്ലാ ഭക്തന്മാരും. അവർക്ക് അറിയാവുന്ന ജ്ഞാനം എല്ലാവരും പറഞ്ഞു കൊടുക്കും. ഇച്ചിരിയൊക്കെ വച്ചേക്കാം, ഇദ്ദേഹത്തിന് ഇത്രയും മനസ്സിലാവൂല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ലെവലിനനുസരിച്ച് ഇത്രയും മനസ്സിലാവുള്ളൂ, ഇങ്ങനൊന്നും ഞെക്കൂല അവര്. പരിശുദ്ധ ഭക്തന്മാര് എല്ലാ ജ്ഞാനവും എന്ത് ചെയ്യും? അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോ ഭഗവാനെ കുറിച്ചുള്ള സാക്ഷാത് ഭഗവതോദിതം എന്തായിരുന്നു? അന്വോവാചൻ ഗമിഷ്യന്ത കൃപയാ ദീനവത്സലഃ. അതായത് അവര് ദീനവത്സരന്മാരായതുകൊണ്ട് ഈ ജ്ഞാനം എല്ലാം പറഞ്ഞു കൊടുത്തു. ഇനി എന്ത് സംഭവിച്ചു? 31ാമത്തെ ശ്ലോകം അനുഷ്ടുപ്പ്. യേനൈവാഹം ഭഗവതോ വാസുദേവസ്യ വേധസഃ മായാനുഭാവം അവിദം യേന ഗച്ഛന്തി തത്പദം. എന്താണ്? യേനൈവാഹം ഭഗവതോ വാസുദേവസ്യ വേധസഃ മായാനുഭാവം അവിദം യേന ഗച്ഛന്തി തത്പദം. യേനൈവാഹം ഭഗവതോ വാസുദേവസ്യ വേധസഃ മായാനുഭാവമവിദം യേന ഗച്ഛന്തി തത്പദം. ഇനി ആ ജ്ഞാനത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. നമ്മളിപ്പോ 3 ജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞില്ലേ, ഇനി ആ ജ്ഞാനത്തിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ആ ജ്ഞാനത്തിന്റെ പ്രത്യേകത? യേന ഇവ അഹം, യേന ആ ജ്ഞാനത്താൽ, ഏവ സർട്ടൻലി, ഏവ
ഏവ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ ഏവ കേവലം. നിശ്ചയമായും, നിശ്ചയമായും എന്നതാണ് ഏവ എന്നതിന്റെ അർത്ഥം. ഏത് ജ്ഞാനത്തെ കുറിച്ചാണ് നേരത്തെ ഞാൻ പറഞ്ഞത്? രഹസ്യതമം അല്ലെ, ഗുഹ്യതമമായിട്ടുള്ള ആ ജ്ഞാനം, അതായത് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം. എന്ത് സംഭവിക്കും? ഏന ഏവ അഹം ഭഗവതോ വാസുദേവസ്യ വേധസഃ. ഭഗവാൻ വാസുദേവനെ കുറിച്ച്, പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ വാസുദേവനെ കുറിച്ച് ആ ജ്ഞാനത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എനിക്ക് മായാ അനുഭാവം അവിതം യേന ഗച്ഛന്തി തത്പദം. യേന ഗച്ഛന്തി തത്പദം. ഗച്ഛന്തി പോകും. എവിടെ പോകും? തത്പദം, ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ പോകും. അപ്പൊ ആ ജ്ഞാനത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. എന്താണ്? വൺ ക്യാൻ റിട്ടേൺ ടു ഹിം ആൻഡ് പേഴ്സണലി മീറ്റ് ഹിം. എന്നിട്ട് ഭഗവാൻ നേരിട്ട് ദർശിക്കാൻ കഴിയുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. എന്താണ് ഭഗവാൻ? ഏറ്റവും രഹസ്യമായിട്ടുള്ള ജ്ഞാനം. ഭഗവാൻ ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് ഒരു ധാമമുണ്ട്. ആ ധാമത്തിൽ അദ്ദേഹം വന്നിട്ട് ആത്മാരാമനായിട്ട് എല്ലാ ഭക്തന്മാരോടും ഒപ്പം എന്നെന്നും ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഏറ്റവും ഗുഹ്യതമമായിട്ടുള്ള ജ്ഞാനം. ആ രഹസ്യജ്ഞാനത്താൽ സർവ്വതിന്റെയും സൃഷ്ടാവും സംരക്ഷകനും സംഹാരകനുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശക്തി പ്രഭാവത്തെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധ്യമായി. അത് മനസ്സിലാക്കുന്നതിനാൽ ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിച്ചെല്ലുവാനും ഭഗവാനെ നേരിട്ട് ദർശിക്കുവാനും കഴിയുന്നു. നാരദ മഹർഷി കുട്ടിയായിരുന്ന സമയത്ത് ഇങ്ങനെ സംഭവിച്ചു എന്നല്ല പറയുന്നത്. നാരദ മഹർഷി ഇപ്പൊ വ്യാസദേവനോട് പറയുകയാണ്, ആ ജ്ഞാനം എന്താണെന്ന് അറിയാമോ? അല്ലയോ വ്യാസദേവ, ആ ജ്ഞാനം മനസ്സിലാക്കിയാൽ ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിച്ചെല്ലാനും ഭഗവാനെ നേരിട്ട് ദർശിക്കാനും കഴിയുന്നു. നാരദ മഹർഷിക്ക് ആ കുട്ടിയായിരുന്ന സമയത്ത് അത് സംഭവിച്ചോ ഇല്ലയോ എന്ന് നാരദ മഹർഷി ഇവിടെ പറയുന്നില്ല. ഇവിടെ പറയുന്നത് വ്യാസദേവനോട് പറയുകയാണ്, ആ ജ്ഞാനം ഗുഹ്യതമം എന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഭഗവാനെ തിരിച്ച് നേരിട്ട് ദർശിക്കാനും ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിച്ചെല്ലാനും സാധിക്കും ആ ജ്ഞാനം കൊണ്ട്. അപ്പോ അതാണ് ആര് പറഞ്ഞത്? നാരദ മഹർഷി ഇവിടെ പറഞ്ഞത്. 32ാമത്തെ ശ്ലോകം. ഏതത് സംസൂചിതം ബ്രഹ്മം താപത്രയ ചികിത്സിതം യദീശ്വരേ ഭഗവതി കർമ്മ ബ്രഹ്മണി ഭാവിതം. ഏതത് സംസൂചിതം ബ്രഹ്മം താപത്രയ ചികിത്സിതം യത് ഈശ്വരേ ഭഗവതി കർമ്മ ബ്രഹ്മണി ഭാവിതം. ഏതത് സംസൂചിതം ബ്രഹ്മം താപത്രയ ചികിത്സിതം യത് ഈശ്വരേ ഭഗവതി കർമ്മ ബ്രഹ്മണി ഭാവിതം. എന്തു പറയുന്നു? ഏതത് സംസൂചിതം ബ്രഹ്മൻ. ബ്രഹ്മൻ എന്ന ഒരു വിശേഷണമാണ്. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ വ്യാസ. അങ്ങനെ പറയുക, വ്യാസദേവനോടാണ് പറയുന്നത്. അല്ലയോ ബ്രാഹ്മണ വ്യാസ, ഏതത് സംസൂചിതം, പണ്ഡിതരാൽ തീരുമാനിക്കപ്പെടുന്നു. എന്ത്? ഈ ജ്ഞാനം താപത്രയ ചികിത്സിതം. ചികിത്സ എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ചികിത്സ? എന്തെങ്കിലും ഒരു അസുഖത്തിന് പരിഹാരം കാണുന്നതിനാണ് ചികിത്സ എന്ന് പറയുന്നത്. അപ്പോ താപത്രയമാണ് അസുഖം. എന്താണ് താപത്രയം? 3 തരത്തിലുള്ള ക്ലേശങ്ങൾ. ആധി ആത്മിക, ആധി ഭൗതിക, ആധി ദൈവിക ക്ലേശം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്ന് ചെറുതായിട്ട് പറയാം. ആധി ആത്മിക, മനസ്സുകൊണ്ട്. അസുഖം ശരീരത്തിനും പുറത്തും ഒന്നും വേണ്ട, മനസ്സുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആധി ആത്മിക. ആധി ദൈവിക, വർഷം അല്ലെങ്കിൽ ഭയങ്കര മഴ. ഇതൊന്നും നമുക്ക് നമ്മളുടെ കയ്യിലിരിക്കുന്ന കാര്യമൊന്നുമല്ല. ഭൂമി കുലുക്കം, സുനാമി, അസുഖം, ഇങ്ങനെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടും. ആദി ദൈവിക, അതെല്ലാം തീരുമാനിക്കുന്ന അതിന്റെ കൺട്രോളേഴ്സ് ആണ്, നമ്മളുടെ കയ്യിലല്ല. ആദി ഭൗതിക, ഒരു കൊതുക് വന്ന് കടിച്ച് എനിക്ക് മലേറിയ വന്നു. ഇതാര് തീരുമാനിച്ചു? കൊതുകാണ് തീരുമാനിക്കുന്നത്. മറ്റുള്ള ജന്തുജാലങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരെ കൊണ്ട്. ഒരാളുടെ അടുത്തുനിന്ന് എനിക്ക് ചിക്കൻ ബോക്സ് കിട്ടി, അതൊരു വൈറസ് ആണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് 7 ദിവസം ജോലിക്ക് പോകാൻ കഴിയൂല. അങ്ങനെ ദേഹത്തെല്ലാം വന്നിട്ട് പൊങ്ങി നമ്മൾ വീട്ടില് കഷ്ടപ്പെട്ട് പനിയും പിടിച്ച് കിടക്കും.
ഇതൊക്കെ ആരാണ്? ഇതെല്ലാം 3 തരത്തിലുള്ള താപത്രയങ്ങൾ എന്നാണ്. എന്താണ്? ആധി ദൈവികം, ആധി ആത്മികം, ആധി ഭൗതികം. ഇതൊരു അസുഖമാണ്. ഇതിനെ ചികിത്സിക്കുന്നത് എങ്ങനെയാണ്? ഈ പരമദിവ്യോത്തമ പുരുഷന്റെ ഭക്തിയുത ഭഗവത് സേവനം മാത്രമാണ് ഇതിനെ ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ. കാരണം നിങ്ങൾ എന്തൊക്കെ ചികിത്സ ചെയ്താലും ഭൂകമ്പത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഭൂകമ്പം ആബിനി വെച്ചു, ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള എന്തുണ്ടാക്കി? എന്താണ് കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷെ അതിനെക്കാട്ടിലും റിച്ചർ സ്കെയിലിൽ വലിയൊരു ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ അതെല്ലാം തവിടുപൊടിയായി താഴെ. ഇനി എന്താണ്? ഇതിനകത്തുനിന്ന് രക്ഷ നേടാം, സുനാമിക്കകത്തുനിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് വലിയ കടൽ ഭിത്തി ഉണ്ടാക്കി അതിനേക്കാട്ടിലും വലിയൊരു തിര വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതും താഴെ കിടക്കും. ഇതൊന്നും നമ്മൾക്ക് നമ്മളുടെ എന്തുകൊണ്ട് സാധിക്കുകയില്ല? നമ്മളുടെ പ്രയത്നം കൊണ്ട് ഇവിടെ നിന്നും ഈ താപത്രയങ്ങളെ വന്നിട്ട് അധികരിക്കാൻ സാധിക്കുകയില്ല. എങ്ങനെ സാധിക്കും? അതിന് ഇവിടെ താപത്രയങ്ങൾ ഇല്ലാത്ത ലോകത്തേക്ക് പോകണം. എവിടെ? ത്രിവിധം ക്ലേശങ്ങൾ ഇല്ലാത്ത ആകെ ഒരു സ്ഥലമേ ഉള്ളൂ, ആധ്യാത്മിക ലോകം. അപ്പോ ഇവിടെ ഭൗതിക ലോകത്തില് എന്തോ തരത്തിലുള്ള നിങ്ങൾ ജീവിതം എടുത്താലും, എന്ത് തരത്തിലുള്ള പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, സൗന്ദര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, എല്ലാ തരത്തിലുമുള്ള ആൾക്കാർക്ക് ഒരേപോലെ ത്രിവിധ ക്ലേശങ്ങളുണ്ട്. അതിപ്പോ നിങ്ങൾ അതിസമ്പന്നനായിട്ടുള്ള വ്യക്തി ആയിരുന്നാലും, സൂപ്പർ മോഡൽ ആയിരുന്നാലും, ഏറ്റവും പ്രതിഫലം വായിക്കുന്ന ഹീറോ ആയിരുന്നാലും, അസുഖവും ത്രിവിധ ക്ലേശങ്ങളും ഉൾപ്പെടെ ഒരു കാര്യത്തെയും തടഞ്ഞു നിർത്താൻ ആർക്കും സാധിക്കുകയില്ല. അതിന് എന്ത് ചെയ്യണം? ജനന മരണ ചക്രത്തിൽ നിന്ന് പോവുക തന്നെ വേണം. ആ ജ്ഞാനമാണ് നാരദ മഹർഷി പറയുന്നത്. വ്യാസ, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഈ ജ്ഞാനം കൊണ്ട് ഭക്തിയുത ഭഗവത് സേവനം ചെയ്തുകൊണ്ട് ഇത് പ്രാവർത്തികമാക്കണം. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് അടുത്ത ആഴ്ച കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലായത്, ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്? രഹസ്യമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത് അത് രഹസ്യമാണെന്ന് പറയാൻ കാരണം അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പരിശുദ്ധ ഭക്തന് മാത്രമേ കഴിയുകയുള്ളൂ. ഇനി അവരോട് അനുസരണാശീലവും ശ്രദ്ധയോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും കേൾക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അതിനെ എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ? സ്വീകരിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും കഴിയുകയുള്ളൂ. നാരദ മഹർഷി കുട്ടിയായിരുന്നപ്പോൾ ചെയ്ത ആ തരത്തിലുള്ള ഭക്തിയുത സേവനം ചെയ്താൽ മാത്രമേ, പിന്നെ അതേപോലെ പരിശുദ്ധ ഭക്തന്മാരോടുള്ള സഹവാസം കൊണ്ട് മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? നമ്മൾക്ക് ഭക്തിയുത സേവനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ.